അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഈ ബോയ M1 എന്ന ഈ മൈക്കാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു ഇത് ചിഹ്നം കാണാൻ പറ്റും. ഇവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പ്രൊഡക്റ്റ് ഹൈലി ഇൻഫ്ലേമബിൾ ആണ്, അതുകൊണ്ട് സേഫ് ആയിട്ട് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് അറിയുകയില്ല. അപ്പം ഇവര് നല്ലതായിട്ടാണ് പാക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. ഇവിടെ കണ്ടെയ്ൻമെന്റ് സോണൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ അത്രയും സേഫ് ആയിട്ടാണ് ഇവിടെ കൊണ്ടു തന്നത്. അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആമസോണുമായിട്ട്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം, എന്താണ് ഇതിന്റെ അകത്തുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഈ ബോക്സ് തുറന്നു. ബോക്സ് തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ് ഉള്ളത്. നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് തട്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഇത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇതിന്റെ ബില്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല. ഈ ബോക്സിനകത്ത് വേറെ ഒന്നുമില്ല, അത് മാറ്റി വെക്കുന്നു. അപ്പോൾ ഇതാണ് ബോയ M1 എന്ന് പറയുന്ന മൈക്കിന്റെ ഒരു ബോക്സ്. നല്ലൊരു ബോക്സ് തന്നെയാണ്, നല്ല പ്രീമിയം ലുക്കുള്ള ഒരു ബോക്സ് തന്നെയാണ്. അത് മാത്രമല്ല ഇവിടെ നോക്കുകയാണെങ്കിൽ ബോയ M1ന്റെ ബോയ എന്ന അവരുടെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇതെന്തിനാണ് സ്മാർട്ട് ഫോണിലും കണക്ട് ചെയ്യാം, അതുപോലെ ക്യാമറ, DSLR അങ്ങനെയുള്ള കാര്യങ്ങളിലും കണക്ട് ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മൈക്കിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതിയാകും. എല്ലാ യൂട്യൂബർമാരും ഉപയോഗിക്കുന്ന ഒരു മൈക്ക് തന്നെയാണ് ഇത്. ബിഗിനേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന മൈക്കാണ് ഇത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മൈക്ക് വാങ്ങിക്കാൻ നിങ്ങൾ ശ്രമിക്കണം, യൂട്യൂബേഴ്സ്. അപ്പോൾ ഈ ഒരു മൈക്ക് വാങ്ങണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം. ആവശ്യമുള്ളവർ ഇതൊന്ന് വാങ്ങുക. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഈ ബോക്സ് തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നു, കാരണം ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് തുറക്കുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഒന്ന് നോക്കാം എങ്ങനെയാണ് ഈ ബോക്സ് തുറക്കുന്നത് എന്ന്. ഞാൻ ഇവിടെ അല്ലാതെ തന്നെ ലോക്കൊന്നും ഇല്ലാതെ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് തന്നെ തുറക്കാം, അല്ലെങ്കിൽ വീഡിയോ ലെന്തി ആയി പോകും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബാഗ് അവർ തരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബോക്സ് തുറന്നപ്പോൾ നമുക്ക് ഒരു ബാഗ്, അതുപോലെ തന്നെ കുറച്ച് പേപ്പർ വർക്ക്സും ലഭിക്കുന്നുണ്ട്. എന്താണ് ഈ പേപ്പർ വർക്ക്സിൽ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ബോയ M1 മൈക്കിന്റെ ഒരു യൂസർ ഗൈഡ് ഒക്കെയാണ് നമുക്ക് നൽകുന്നത്, എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊക്കെ. അതുപോലെ വാറന്റി കാർഡും ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഈ ഒരു വാറന്റി കാർഡ് ഇപ്പൊ ലഭ്യമാണോ എന്ന് നമുക്ക് അറിയുകയില്ല. നല്ലൊരു ബാഗ് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനോട് നമുക്ക് ലഭിക്കുന്നത്. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിലുള്ള എന്തൊക്കെയാണ്, ഈ ഒരു ബാഗിലുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബാഗിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് കിട്ടുന്നത്. ഈ ബാഗ് വേറെ ഒരു കാര്യവുമില്ല, നല്ലൊരു ബാഗ് തന്നെയാണ് കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റ് കൊണ്ടാണ് ഈ ഒരു ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാഗിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒന്നാമതായിട്ട് അതിന്റെ ഒരു കേബിളും മറ്റ് ഒരു ബോഡിയൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു കേബിൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു വലിപ്പമുണ്ട് കേട്ടോ. ഭയങ്കര നീളമുള്ള ഒരു കേബിളാണ്. എത്ര വേണമെങ്കിലും നമുക്ക് നീട്ടിക്കൊണ്ടു പോകാം. പക്ഷെ ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇടുന്ന കാര്യം ഭയങ്കര പാടാണ്. പിന്നെ ഈ ഒരു ബോക്സിന് ഈ ഒരു ബാഗിന്റെ അകത്ത് ഒരു സിലിക്ക ജെല്ലും കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇതാണ് ഇതിന്റെ ഒരു ബോഡി എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് നമുക്ക് വേണമെങ്കിൽ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുമ്പോൾ ഓഫ് ചെയ്തിട്ടിരുന്നാൽ മതി. ക്യാമറയിൽ ഉപയോഗിക്കുമ്പോഴാണ് ഓൺ ചെയ്യേണ്ടത്. നമുക്ക് ഇങ്ങനെ ഒന്ന് തിരിക്കുകയാണെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ തിരിക്കുകയാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ബാറ്ററി ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ബാറ്ററി നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു കേബിൾ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് മൈക്കിന്റെ ഒരു വിൻഡ് ഷീൽഡൊക്കെ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ബാറ്ററി ലഭിക്കുന്നുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് വേറൊരു കവർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് തുറന്നു നോക്കാം. ഇത് നല്ലൊരു കവറിംഗ് ആണ് നമുക്ക് ഇത് നൽകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കവർ തുറന്നു നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് കിട്ടുന്നുണ്ട്. വീണ്ടും ഒരു കവർ ഉണ്ട് കേട്ടോ. നല്ലൊരു കവറിംഗ് ആണ് ഈ ഒരു സാധനത്തിന് ഇവിടെ നൽകുന്നത്. അപ്പോൾ ഈ ഒരു കവറിൽ നിന്ന് നമുക്ക് ഒരു 3.5 mm ഒരു ഓഡിയോ ജാക്ക് നൽകുന്നുണ്ട്. ഇത് ഈ ക്യാമറയിലൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ അത് മാത്രമല്ല വിൻഡ് ഷീൽഡ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ ഇടേണ്ട ഒരു ബാറ്ററി നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഒരു സ്മാർട്ട് ഫോണിലാണ് ഈ മൈക്ക് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഈ ഒരു ബാറ്ററിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് മാറ്റി വെക്കുന്നു.
അടുത്തതായിട്ട് ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ കോളറിൽ വെക്കുന്ന മൈക്കാണ്. അപ്പോൾ ഒരു മൈക്കിൽ വെക്കേണ്ട ഒരു ക്ലിപ്പാണിത്. ഇതെങ്ങനെയാണ് ഈ ക്ലിപ്പൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. അല്ല, നല്ല മെറ്റൽ തന്നെയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു പ്ലാസ്റ്റിക്കിന്റെ സാധനമാണ് ലഭിക്കുന്നതെന്ന്. പക്ഷെ നല്ലൊരു സംഭവം, നല്ലൊരു മെറ്റൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു കട്ടി തന്നെ ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ്. നല്ലൊരു പ്രഷർ അപ്ലൈ ചെയ്താലേ ഇത് ഇങ്ങനെ ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മൈക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ബാറ്ററി ഇട്ട് കാണിക്കണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. പക്ഷെ നല്ലൊരു പ്രഷർ അപ്ലൈ ചെയ്യണം ഇത് വെക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ ഈ ബാറ്ററി ഒന്ന് എടുക്കുന്നു. അപ്പോൾ ഈ ബാറ്ററി ആണെങ്കിൽ ഞാൻ വിചാരിച്ചു നല്ല ബാറ്ററി ഒക്കെ വാങ്ങിച്ചു വെക്കണമെന്ന്. പക്ഷെ ഇത് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ബാറ്ററി ഒന്നും വേണ്ട. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഈ ഒരു ബാറ്ററി ഇടുമ്പോൾ നല്ല പ്രഷർ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നല്ലൊരു പ്രഷർ അപ്ലൈ ചെയ്യണം. അത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് പോസിറ്റീവ് ആണ് ഇടേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ പോസിറ്റീവ് ഇടാൻ പോവുകയാണ്. നല്ലൊരു പ്രഷർ അപ്ലൈ ചെയ്യണം, എന്നാലേ ഈ ബാറ്ററി ഇടാൻ പറ്റുകയുള്ളൂ. ഫസ്റ്റ് ടൈം ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നല്ല പ്രഷർ അപ്ലൈ ചെയ്യണം. അതിനുശേഷം താണ്ട് ഇവിടെ ഈ ബോഡി നമ്മൾ ഇതേപോലെ എങ്ങനെയാണ് ഊരിയെ അതുപോലെ തിരിച്ചിട്ടിരുന്നാൽ മാത്രം മതിയാകും. അപ്പോൾ ഇങ്ങനെ അടച്ചാൽ മാത്രം മതിയാകും. അതിനുശേഷം താണ്ട് എങ്ങനെയാണ് ഈ വിൻഡ് ഷീൽഡ് ഇടുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഈ വിൻഡ് ഷീൽഡ് ഇടാനും നല്ലൊരു പ്രഷർ അപ്ലൈ ചെയ്യണം ആദ്യമായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്തെ. ഭയങ്കര എളുപ്പമുള്ള കാര്യം തന്നെയാണ്, പക്ഷെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നല്ലപോലെ ഒന്ന് കയറ്റി കൊടുക്കണം. ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് കയറ്റി ഇട്ട് കൊടുക്കണം, എന്നാലേ ഇത് നല്ലപോലെ ഫിക്സ് ആവുകയുള്ളൂ. അതിനുശേഷം നമുക്ക് ഇനി എങ്ങനെയാണ് ഈ കേബിൾ ഫിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് കേബിൾ അല്ല, ഈ ക്ലിപ്പ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡ് ഷീൽഡിന്റെ ഈ ഒരു ഭാഗം കുറച്ച് മാറ്റണം. അപ്പോൾ ഈ വിൻഡ് ഷീൽഡിന്റെ കുറച്ച് ഭാഗം മാറ്റിയിട്ട് ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ക്ലിക്ക് നേരെ സൗണ്ട് കേൾക്കും. സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വിൻഡ് ഷീൽഡ് കടന്നു വിട്ട് തന്നെ നല്ലപോലെ താപ്പോട്ട് ആക്കി ഇങ്ങനെ വെച്ചു കൊടുത്താൽ മാത്രം മതിയാകും. നമ്മൾ എല്ലാ യൂട്യൂബേഴ്സും ഉപയോഗിക്കേണ്ട ഒരു മൈക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മൈക്കിന്റെ സെറ്റപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ക്യാമറയിൽ ഉപയോഗിക്കുമ്പോഴാണ് ഈ സ്വിച്ച് ഓൺ ആക്കേണ്ടത്. മൊബൈലിൽ ഉപയോഗിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കി ഇട്ടുന്നാൽ മാത്രം മതിയാകും. അതുകൊണ്ട് ഇത് ബാറ്ററിയുടെ ആവശ്യമില്ല. ഈ ഒരു മൈക്കിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീളമുണ്ട്. പക്ഷെ ഇതൊരു ഡിസഡ്വാൻറ്റേജും കൂടിയാണ്. കാരണം ഒത്തിരി നീളം ഉണ്ടാകുമ്പോൾ ഈ ഒരു കെട്ടിവെച്ചിരിക്കുന്ന ഒന്ന് അരിഞ്ഞു പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീണ്ടും തിരിച്ചിടാൻ. ഒത്തിരി സമയം നമുക്ക് അതിന് വേണ്ടി വരും. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലായാലും എല്ലാത്തിനുമായാലും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു മൈക്ക് തന്നെയാണ്. എല്ലാ യൂട്യൂബേഴ്സും ഉപയോഗിക്കുന്ന മൈക്കാണ്. അതുകൊണ്ട് ഈ ഒരു മൈക്ക് വന്ന ഒരു പാക്കേജും നല്ലൊരു പാക്കേജ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ ഒരു മൈക്ക് ഞാനൊന്ന് ഉപയോഗിച്ചിട്ട് ഈ ഒരു മൈക്കിന്റെ ഒരു കുറച്ച് സൗണ്ട് ടെസ്റ്റും കൂടി ഞാൻ നടത്തുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ Redmi Note 9 Pro Max എന്ന ഫോണിന്റെ മൈക്രോഫോൺ ഉപയോഗിച്ചെടുക്കുന്ന ഒരു സൗണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ BOYA M1 എന്ന മൈക്കിന്റെ സൗണ്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് BOYA M1 എന്ന മൈക്കിന്റെ സൗണ്ടാണ്. അപ്പോൾ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. കാരണം ഞാൻ നേരത്തെ ഈ മൊബൈലിന്റെ മൈക്രോഫോൺ വെച്ച് വീഡിയോ എടുക്കാൻ നേരത്ത് നല്ലൊരു സ്ട്രെയിൻ എനിക്ക് കൊടുക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ലൈറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. വല്ല സ്ട്രെയിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മൈക്കിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു മൈക്കിന് ഈ നോയ്സ് റിഡക്ഷൻ ഇല്ല. അതാണ് ഈ ഒരു മൈക്കിന്റെ ഡിസഡ്വാൻറ്റേജ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു മൈക്കാണ്. എല്ലാ യൂട്യൂബേഴ്സും ഉപയോഗിക്കുന്ന ഒരു മൈക്കാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൾ ഒന്ന് കൊടുത്തിടാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.